വനഭേദഗതി ബില്ലിൽ ഈ അക്രമാസക്തമായിട്ടുള്ള ഈ മൃഗങ്ങളെ, മനുഷ്യരെ ആക്രമിക്കുന്ന മൃഗങ്ങളെ വെടിവെക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അല്ല, വെടിവെക്കണം എന്ന് പറഞ്ഞ് വെടിവെച്ച് നശിപ്പിക്കാന്നില്ല. ഇപ്പം തന്നെ ആവശ്യമായ ഘട്ടത്തിൽ വെടിവെക്കേണ്ടി വരും. പക്ഷേ അതിനുള്ള നടപടിക്രമങ്ങളിൽ ഏകീകരണം നമ്മൾ ആവശ്യപ്പെട്ടു. വെടിവെക്കാൻ അവകാശമുണ്ട്, ഉത്തരവ് കൊടുക്കാൻ. ആ ഉത്തരവ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ്. പക്ഷെ അദ്ദേഹം ഉത്തരവ് കൊടുക്കണമെങ്കിൽ 100 ടേബിളിലൂടെ കടന്നു വേണം ആ പ്രപ്പോസൽ ആരെടുത്തെത്താൻ. അപ്പോഴത്തേക്കും വന്യജീവി വന്ന് അവൻ്റെ കാര്യങ്ങൾ നടത്തി നിർവഹിച്ചു പോകും. അപ്പോൾ അവിടെ സംസ്ഥാന ഗവൺമെൻറ്റിന് ആവശ്യമായ ഘട്ടത്തിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കാനും നടപ്പിലാക്കാനുമുള്ള ഒരു പ്രത്യേക അനുവാദം നൽകുക എന്നതാണ് നമ്മുടെ ബില്ലിനോട് ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടല്ല, ഇപ്പോഴും നിലവിലുള്ള അധികാരങ്ങളിലൊന്നും ആരെയും മാറ്റവും വേണ്ട. അതേസമയത്ത് ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. ഇപ്പോൾ ക്രമസമാധാന നിലയുടെ ചുമതല ആർക്കാണ്? എല്ലാവരുടെയും ഡിസ്ട്രിക്ട് കളക്ടർക്കാണ്. ആ ഡിസ്ട്രിക്ട് കളക്ടർക്ക് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഉണ്ടാവണം. അതാണ് നമ്മളൊരു കാര്യമായിട്ട് ഡിസ്ട്രിക്ട് കളക്ടർക്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഉത്തരവ് പുറപ്പെടുവിക്കാനും, ഇപ്പം മയക്കുപിടി വെക്കാനും ഇവിടുന്ന് തിരുവനന്തപുരത്ത് വേണം ഉത്തരവ് കൊടുക്കാൻ. നമ്മൾ പന്നികളുടെ കാര്യത്തിൽ മാത്രമേ അതിന് റിലാക്സ് ചെയ്തിട്ടുള്ളൂ. അത് ഡെലിഗേറ്റ് ചെയ്യാമെന്ന് നിയമത്തിലുണ്ട്. അങ്ങനെ എല്ലാ അധികാരങ്ങളും ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡെലിഗേറ്റ് ചെയ്ത് പ്രാവർത്തികമാക്കാനുള്ള ഫ്ലെക്സിബിലിറ്റി സംസ്ഥാനം കൊടുക്കുക. ഇപ്പം ഇത് വർധനയുണ്ട്, വംശവർധന ഉണ്ടാകുന്നു. അത് വംശവർധന പിന്നെ ചെന്നൈയിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും മഹാരാഷ്ട്രയിലും UP-യിലും ഹരിയാനയിലും ഒരുപോലെയല്ല, ഒരേ സീസണിലല്ല. അപ്പോൾ കേരളത്തിൽ ഈ ജനുവരി മുതൽ മാർച്ച് വരെയാണെങ്കിൽ കർണാടകത്തിൽ അത് വേറെ സീസണാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ മാസം മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞാൽ അതാ സ്റ്റേറ്റിൽ ഇംപ്ലിമെൻ്റ് ചെയ്യില്ല. അപ്പോൾ അതാത് സ്റ്റേറ്റിലെ സവിശേഷ സാഹചര്യങ്ങൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി ഉയർന്നു വരുന്ന ഘട്ടങ്ങളിൽ അവരെ രക്ഷിക്കുക എന്ന ഭരണഘടനാ ബാധ്യത നിർവഹിക്കാനുള്ള പ്രത്യേകമായ ഇളവുകൾ കേന്ദ്ര ഗവൺമെൻറ്റിന് ഭാഗത്തുനിന്നുണ്ടാണെന്നാണ്. അല്ലാതെ കേന്ദ്ര ഗവൺമെൻറ് 72 പാസ്സാക്കിയ ഭരണഘടന നിയമ ഭേദഗതിയിൽ മാറ്റമുണ്ടാക്കാൻ രാഷ്ട്രപതിയുടെ അനുവാദം വേണമെന്നൊക്കെ അറിയാത്തവരല്ല ഞങ്ങൾ. പക്ഷേ ഞങ്ങൾ അത് ഭേദഗതിയല്ല പറയുന്നത്, എക്സംഷൻസ്, ഇളവുകൾ, കൺസെഷൻസ്, ഇതാണ് നമ്മൾ. അതിനോട് മുഖംതിരിഞ്ഞ് നിൽക്കുന്നത് എന്തിനാണ്? ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് വരണം, ഒരു പ്രത്യേക സാഹചര്യമാണ്, നിങ്ങൾക്ക് വരാനൊരു സാഹചര്യമുണ്ട്. ആ ഉത്തരവ് പുറപ്പെടുവിക്കാൻ എനിക്കധികാരമില്ല, എനിക്ക് രാഷ്ട്രപതിയോട് ചോദിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റും. പക്ഷേ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നത്, അനിവാര്യമായ ഘട്ടങ്ങളിൽ ചില പ്രത്യേക സാഹചര്യങ്ങളെ അതിജീവിക്കാനും സർവോപരി പൊതുസമൂഹത്തിന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുമുള്ള ഘട്ടങ്ങൾ, സന്ദർഭങ്ങൾ ഉണ്ടായി വരുമ്പോൾ അതിനോട് ക്രിയാത്മകമായും ജനങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കത്തക്ക വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള സവിശേഷമായ അനുവാദങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റുകളുണ്ടാകണം. നേരത്തെ അത് കൺകറൻറ്റ് ലിസ്റ്റിലായിരുന്നു, ഇപ്പോൾ അത് വീണ്ടും സെൻട്രൽ ലിസ്റ്റിലായി. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് കൺകറൻറ്റ് ലിസ്റ്റ് പെടുത്തിയാലെങ്കിലും മതി. അപ്പോൾ നമ്മൾ ഇത്രയായിട്ട് ചുരുക്കത്തിലുള്ള ഏത് ചെയ്താലും ഒരു പ്രത്യേക സന്ദർഭത്തെ നേരിടാനാവശ്യമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കാനും നടപ്പിലാക്കാനുമുള്ള അധികാരം സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നൽകുന്ന വിധത്തിലുള്ള ഇളവുകൾ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ വേണമെന്നാണ് നമ്മുടെ ആവശ്യത്തിൻ്റെ ജിസ്റ്റ്.